ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇഷൽ മൈ ലൈഫ്. ഞാനിന്നൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ക്രിസ്മസിന് നമുക്ക് വീട്ടിൽ തന്നെ ഒരു കേക്ക് റെഡിയാക്കിയെടുക്കാം. പ്രിസർവേറ്റീവ്സോ ആൽക്കഹോളോ ഒന്നും യൂസ് ചെയ്യാതെ തന്നെയാണ് ഈ കേക്ക് റെഡിയാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ കാരമലൈസ്ഡ് ഷുഗറും യൂസ് ചെയ്തിട്ടില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കിയെടുക്കാം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം തന്നെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം തന്നെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ഡേറ്റ്സ്, കാഷ്യൂ നട്ട്സ്, ഡ്രൈ ഗ്രേപ്സ്, കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ടി, ചെറീസ് എന്നിവയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വേറെ നട്ട്സൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ആഡ് ചെയ്യാവുന്നതാണ്. ഇതിനൊന്നും ഒരു കറക്റ്റ് മെഷർമെൻറ്റ്സ് ഇല്ല. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഫ്രഷ് ഓറഞ്ച് ജ്യൂസിലാണ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓറഞ്ച് ജ്യൂസ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 2 ഓറഞ്ചിൻ്റെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. ഞാനെടുത്തിട്ടുള്ള ഡ്രൈ നട്ട്സൊക്കെ ഈ 2 ഓറഞ്ച് ജ്യൂസ് മതിയാകും. നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് ഓറഞ്ച് ജ്യൂസും എടുക്കണം. ഒരു ബൗളിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നട്ട്സ് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ആഡ് ചെയ്യാം. ഈ സമയം നിങ്ങളുടെ കയ്യിൽ ഹണി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ ആഡ് ചെയ്യാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഇത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഞാനിത് 2 ദിവസമാണ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. നിങ്ങളിതൊരു മിനിമം 5 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇത് അടച്ചിട്ട് ഫ്രിഡ്ജിലാണ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ടത്. സോക്കിംഗ് ടൈം കൂടുന്നതിനനുസരിച്ച് കേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇത് ഫ്രിഡ്ജിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഈ ഓറഞ്ച് ജ്യൂസൊക്കെ വേറൊരു സ്മെല്ലായിട്ട് ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ഇത് അടച്ച് വെക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ തുറന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കരുത്. ഇനി സ്പൈസസ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ജാതിക്ക, പട്ട, ഏലക്ക, ഗ്രാമ്പു എന്നിവ നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. ഇതും പൊടിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ അടച്ചു വെക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ സ്മെല്ലൊക്കെ പോകുന്നതാണ്. ഇനി കേക്ക് ബേക്ക് ചെയ്യാനുള്ള പോട്ടൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ബേക്ക് ചെയ്യാവുന്നതാണ്. കുക്കറിലും ചെയ്യാവുന്നതാണ്. ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് ഷുഗർ ഒന്ന് പൊടിച്ചെടുക്കണം. ഞാനിവിടെ 3/4 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. അത് പൊടിച്ച് വരുമ്പോഴേക്കും 1 കപ്പ് ആവും. ഷുഗർ കാരമലൈസ്ഡ് ചെയ്യാത്തത് കൊണ്ടാണ് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര എടുക്കുന്നത്. ഇതിലോട്ട് ഒരു 2-3 ഗ്രാമ്പൂവും ഒരു ചെറിയൊരു പീസ് പട്ടയും കൂടെ ഇട്ടിട്ട് വേണം പൊടിച്ചെടുക്കാൻ. നെക്സ്റ്റ് ഫ്ലോർ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലോട്ട് 1.5 കപ്പ് മൈദ ആഡ് ചെയ്യാം. ഇതിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പട്ട, ഏലക്ക, ഗ്രാമ്പൂ, ജാതിക്ക പൗഡർ ഉണ്ടല്ലോ, അതൊരു ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കണം. ഒരു 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കുന്നതാണ് നല്ലത്. അതില്ലെങ്കിൽ 1 പ്രാവശ്യമെങ്കിലും എന്തായാലും അരിച്ചെടുക്കണം. എന്നിട്ട് ഫ്ലോർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം.
ഇനി സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ നട്ട്സും ഫ്രൂട്ട്സും നമുക്ക് ഈ ഓറഞ്ച് ജ്യൂസിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം. 2 ദിവസം സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചത് കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഇത് സോക്കായിട്ടുണ്ട്. ബാക്കിയുള്ള ജ്യൂസ് നമുക്ക് കേക്ക് ബാറ്ററിലോട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം ഫ്ലോർ മിക്സ് ആക്കി എടുക്കണം. നമ്മുടെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും നട്ട്സും ഫ്രൂട്ട്സും എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലോറിൽ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി കേക്കിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലോട്ട് 50 ഗ്രാം ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. ഈ ബട്ടറിന് പകരം നിങ്ങൾക്ക് ഓയിൽ യൂസ് ചെയ്യാം. അപ്പോൾ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലോട്ട് ഓയിൽ ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. ഇനി നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രിക് ബീറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് എഗ്ഗ് ആഡ് ചെയ്യാം. ഞാനിവിടെ 3 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. എഗ്ഗും കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റർ ഉപയോഗിക്കാതെ തന്നെ ഇത് ബീറ്റ് ചെയ്യാവുന്നതാണ്. എഗ്ഗ് ബീറ്റ് ചെയ്ത് നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചർ തന്നെ കിട്ടണമെന്നൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ നമ്മുടെ കേക്ക് നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആകും. ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫ്ലോർ മിക്സും ഡ്രൈ ഫ്രൂട്ട്സും കൂടെ കുറേശ്ശെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് തിക്കായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ജ്യൂസ് ആഡ് ചെയ്യാം. സാധാരണ കേക്ക് ബാറ്ററിനേക്കാളും ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിരിക്കും നമ്മുടെ പ്ലം കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാവുക. തിക്കായിട്ട് വന്നാൽ ഒരു 2 ടേബിൾ സ്പൂണോളം ഓറഞ്ച് ജ്യൂസ് ആഡ് ചെയ്താൽ മതിയാകും. കൂടുതൽ ജ്യൂസ് ആഡ് ചെയ്താൽ നമ്മുടെ ബാറ്റർ നന്നായിട്ട് തന്നെ ലൂസാക്കി പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും. ഇനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാത്രത്തിലോട്ട് ആഡ് ചെയ്യാം. നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. സാധാരണ കേക്ക് ബേക്ക് ചെയ്യാനെടുക്കുന്ന ടൈമിനേക്കാളും കൂടുതലാണ് പ്ലം കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബേക്ക് ചെയ്യുന്നത് ഒരു കട്ടിയുള്ള പാത്രം താഴെ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. എനിക്കിവിടെ 1 മണിക്കൂറിന് ശേഷമാണ് കേക്ക് നന്നായിട്ട് തന്നെ ബേക്കായി കിട്ടിയത്. ഈ ഈസി ആയിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.